14 വർഷത്തെ നിയമ പോരാട്ടം, 1901 ദിവസത്തെ ജയിൽവാസം, ഒടുവിലിതാ ജൂലിയൻ അസാഞ്ച് തിരികെ നാട്ടിലേക്ക്. അമേരിക്കയുടെ ഉറക്കം കെടുത്തിയ ഈ 52കാരന് ഇന്ന് ഹീറോ പരിവേഷമാണ്. ആരാണ് ജൂലിയൻ അസാഞ്ച്? ജൂലിയൻ അസാഞ്ചും അദ്ദേഹത്തിന്റെ സ്ഥാപനവുമായ വിക്കിലീക്സും അമേരിക്കയുടെ കണ്ണിലെ കരടായതെങ്ങനെ? വിക്കിലീക്സിന്റെ സ്ഥാപകൻ, ഹാക്കർ, കമ്പ്യൂട്ടർ പ്രോഗ്രാമർ, പത്രപ്രവർത്തകൻ, വിശേഷണങ്ങൾ ഒരുപാടുണ്ട് ജൂലിയൻ അസാഞ്ച് എന്ന ഓസ്ട്രേലിയൻ പൗരന്. 1971 ജനനം. കൗമാരക്കാലം മുതൽക്ക് തന്നെ അസാഞ്ചിന്റെ ഹാക്കിംഗ് മികവ് ലോകം അറിഞ്ഞിരുന്നു, അമേരിക്ക പോലും. മെൻഡാക്സ് എന്ന ഓമന പേരിൽ അസാഞ്ച് കടന്നു ചെന്നത് US മിലിറ്ററിയുടെ രഹസ്യ പ്രതിരോധ ഡാറ്റാ ശൃംഖലയായ മിൽനെറ്റ് വരെ. 19-ാം വയസ്സിൽ പിടിയിലായെങ്കിലും വീണ്ടും കുറ്റം ചെയ്തെന്ന വ്യവസ്ഥയിൽ ജയിലിൽ അടച്ചില്ല. പിഴ ചുമത്തി അദ്ദേഹത്തെ വെറുതെ വിട്ടു. അപ്പോഴേക്കും പ്രഗത്ഭനായ ഹാക്കർ എന്ന ഖ്യാതി അസാഞ്ചിന് സ്വന്തമായി. കമ്പ്യൂട്ടർ സെക്യൂരിറ്റി കൺസൾട്ടന്റ് ആയിരുന്ന അസാഞ്ച് 2006 വിക്കിലീക്സ് സ്ഥാപിക്കുന്നത്. അതിന് അദ്ദേഹത്തിന് പ്രചോദനമായത് 1971 അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് നിക്സന്റെ രാജിയിലേക്ക് നയിച്ച പെന്റഗൺ പേപ്പർ ചോർച്ചയായിരുന്നു. സാമ്പത്തിക നേട്ടങ്ങൾ പ്രതീക്ഷിക്കാതെ രഹസ്യ സ്വഭാവങ്ങളിലുള്ള വാർത്തകൾ, വിവരങ്ങൾ, രേഖകൾ എന്നിവ പ്രസിദ്ധപ്പെടുത്തുക എന്നതാണ് വിക്കിലീക്സിന്റെ ലക്ഷ്യം. സയന്റിഫിക് ജേർണലിസം എന്നാണ് വിക്കിലീക്സിന്റെ പ്രവർത്തനത്തെ അസാഞ്ച് വിശദീകരിക്കുന്നത്. 2010 വിക്കിലീക്സ് ലോകത്തിന് മുന്നിൽ ചർച്ചയാകുന്നത്. കൊളാറ്ററൽ മർഡർ എന്ന പേരിൽ അവർ പുറത്തുവിട്ട വീഡിയോ അമേരിക്കയുടെ കൊടും ക്രൂരത ലോകത്തിനു മുന്നിൽ വെളിവാക്കുന്നതായിരുന്നു. ഇറാഖിലെ ബാഗ്ദാദിൽ അമേരിക്കൻ സേന നടത്തിയ ഹെലികോപ്റ്റർ ആക്രമണത്തിൽ തദ്ദേശീയരും മാധ്യമപ്രവർത്തകരും ഉൾപ്പെടെ 11 പേരാണ് കൊല്ലപ്പെട്ടത്. വീഡിയോ പുറത്തുവിട്ടതിനു പിന്നാലെ അമേരിക്കയ്ക്ക് നേരെ അന്താരാഷ്ട്ര തലത്തിൽ വലിയ വിമർശനമുണ്ടായി. ലോക പോലീസ് എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന അമേരിക്കൻ സൈന്യത്തിന്റെ പ്രവർത്തികൾ ലോകം കണ്ടു. തീർന്നില്ല, പിന്നാലെ ന്യൂയോർക്ക് ടൈംസ്, ദ ഗാർഡിയൻ എന്നീ മാധ്യമങ്ങളുമായി സഹകരിച്ച് അഫ്ഗാനിസ്ഥാനിലെയും ഇറാഖിലെയും യുദ്ധവുമായി ബന്ധപ്പെട്ട 90,000-ലധികം US സൈനിക രേഖകൾ പ്രസിദ്ധീകരിച്ചു. സഖ്യരാജ്യങ്ങളിലേതുൾപ്പെടെ ലോകത്തെ വിവിധ രാജ്യങ്ങളിലായി അമേരിക്കൻ എംബസികൾ നടത്തിയ ചാരപ്രവർത്തനത്തെ സംബന്ധിച്ച വിവരങ്ങളും വിക്കിലീക്സ് പുറത്തുവിട്ട റിപ്പോർട്ടുകളിൽ ഉൾപ്പെടുന്നു. ലോകത്തിനു മുമ്പിൽ അമേരിക്കയുടെ യഥാർത്ഥ മുഖം തുറന്നു കാണപ്പെട്ട നിമിഷം. ഇതിനിടെയാണ് ജൂലിയൻ അസാഞ്ചിനെതിരെ സ്വീഡനിൽ നിന്നും പീഡന പരാതി ഉയർന്നത്. അസാഞ്ചിനെ സ്വീഡന് കൈമാറാൻ ബ്രിട്ടീഷ് കോടതി ഉത്തരവിട്ടു. ലണ്ടനിലെ ഇക്വഡോർ എംബസിയിൽ അസാഞ്ച് അഭയം തേടി. പിന്നീട് അങ്ങോട്ട് 7 വർഷക്കാലം അയാളുടെ തട്ടകം അവിടെയായിരുന്നു. 2019 ഇക്വഡോർ രാഷ്ട്രീയ അഭയം പിൻവലിച്ചതിനു പിന്നാലെ ബ്രിട്ടീഷ് പോലീസ് അറസ്റ്റ് ചെയ്തു. ബ്രിട്ടനിലെ അതീവ സുരക്ഷാ ജയിലായ ബെൽമാർഷിലെ കുടുസുമുറിയിലായിരുന്നു അസാഞ്ചിന്റെ തുടർന്നുള്ള 5 വർഷക്കാലം. ഇതിനിടെ ചാരവൃത്തി നിയമം ലംഘിച്ചെന്നാരോപിച്ച് അസാഞ്ചിനെതിരെ അമേരിക്ക കുറ്റം ചുമത്തി. 175 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങളായിരുന്നു അസാഞ്ചിന് മേൽ ചുമത്തപ്പെട്ടത്. പ്രതിയെ കൈമാറാൻ ബ്രിട്ടനോട് US ആവശ്യപ്പെട്ടു. തുടർച്ചയായ വിചാരണയ്ക്കും ചർച്ചകൾക്കും പിന്നാലെ അസാഞ്ചിനെ കൈമാറാൻ ബ്രിട്ടീഷ് സർക്കാർ ഉത്തരവിട്ടെങ്കിലും കോടതിയുടെ ഇടപെടലിലൂടെ അത് തടഞ്ഞു. 2024 ഫെബ്രുവരിയിൽ ഓസ്ട്രേലിയൻ പാർലമെന്റ് US UK സർക്കാരുകളോട് അസാഞ്ചിനെ ജന്മനാട്ടിലേക്ക് മടങ്ങാൻ അനുവദിക്കണമെന്ന് ആവശ്യപ്പെടുന്ന പ്രമേയം പാസാക്കി. തുടർന്ന് ഏപ്രിലിൽ US പ്രസിഡന്റ് ജോ ബൈഡൻ അസാഞ്ചിനെതിരായ പ്രോസിക്യൂഷൻ നടപടികൾ പിൻവലിക്കാനുള്ള ഓസ്ട്രേലിയയുടെ അഭ്യർത്ഥന പരിഗണിക്കാമെന്ന് അറിയിച്ചു. പകരം ചാരവൃത്തി നിയമം ലംഘിച്ചെന്ന കുറ്റം അയാൾ സമ്മതിക്കണം. ഇത് അംഗീകരിച്ച അസാഞ്ച് ജൂൺ 26 ജയിൽ മോചിതനായി. പിന്നാലെ ഓസ്ട്രേലിയയിലേക്ക് മടങ്ങി. 21-ാം നൂറ്റാണ്ടിൽ ലോകം കണ്ടതിൽ ഏറ്റവും ധീരനായ മാധ്യമപ്രവർത്തകനാണ് ജൂലിയൻ അസാഞ്ച്. പ്രശസ്തിക്കു വേണ്ടിയാണ് അസാഞ്ചിന്റെ പ്രവർത്തികൾ എന്ന് വിമർശകർ പറയുമ്പോഴും അമേരിക്കയുടെ മറ്റൊരു കിരാതമുഖം ലോകത്തിനു മുന്നിൽ തുറന്നു കാട്ടുകയായിരുന്നു അസാഞ്ചും വിക്കിലീക്സും എന്ന് പറയാതെ വയ്യ.